ആ സൂപ്പർ. ആ വേഷത്തിൽ ഞാൻ വരായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് CID മൂസ കയറി വന്നത്. റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് CID മൂസ അല്ലേ കയറി വരുന്നത്. കറക്റ്റ് കാലിൽ നോക്കിയാൽ 2 മുളക് ബജിയിൽ ചവിട്ടി. കുട്ടിക്കറിയോ ഞാൻ എങ്ങനെ കള്ളനായെന്ന്? മോഷ്ടിച്ച്. മാധവൻ കട്ടിട്ടുണ്ട്, പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ഫ്ലോർ വിട്ട് വെളിയിൽ പോയിട്ടില്ല. പോവില്ല, കാരണം അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെ നിങ്ങൾ പിടിച്ചു വെക്കും. ഒക്കെ പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെ കാണാൻ മീനിനെ പോലെ ഇല്ലേ? കറക്റ്റ് മീന്, നല്ല ഒമാൻ മത്തി പച്ചക്ക് കൊണ്ടുവച്ച ഐസിടാത്ത. അല്ല ചേട്ടാ, ക്യാമറക്ക് മുന്നിൽ വന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു അതൊന്നും പറഞ്ഞു? എടാ 3ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് ഫോട്ടോ എടുക്കാം. ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം എടുത്ത ടീമല്ലേ ജയിക്കുക? അപ്പൊ അവിടെ 2, ഇവിടെ 1. ഞാൻ എന്റെ കൊച്ചിനെ ഛർദിലായിട്ട് ആശുപത്രിക്ക് കൊണ്ടുവരുന്നു. ഒരു 2 മാസം കഴിയുമ്പോ അതൊന്നും ഒരു പൂവെടുത്തിട്ട് അതുവഴി തലയിൽ വെച്ചോ. ഞാൻ ക്രിക്കറ്റിലായിരിക്കും തിരിഞ്ഞത്. ഒരു ദിവസം ഞാനിങ്ങനെ പാല് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകായിരുന്നു. ഇങ്ങനെ അപ്പൊ നോക്കിയപ്പോ വലത് സൈഡിൽ ക്രിക്കറ്റ് കിടക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് ഞാൻ തിരിയുന്നത്. വരെ പഠിച്ചു. എന്നിട്ട് എന്ത് കിട്ടി? സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് കിട്ടി. താൻ എന്തോരെ പഠിച്ചു? ഞാൻ കടൽ പോവാൻ പഠിച്ചു. എന്നിട്ട് എന്ത് കിട്ടി? മീൻ കിട്ടി. മീനാകുമ്പോ ഉണക്കിയും തിന്നാം, പച്ചക്കും തിന്നാം. സർട്ടിഫിക്കറ്റ് പുഴുങ്ങി തിന്നാൻ പറ്റോടാ. ഈ ദിലീപിനെ മേക്കപ്പ് ചെയ്ത ആരാണ്? ഒന്ന് വരുമോ? ദിലീപിനെ മേക്കപ്പ് ചെയ്ത ആരെങ്കിലും ഒന്ന് വരുമോ പ്ലീസ്? മേക്കപ്പിൽ ആരെങ്കിലും ഒന്ന് വരുമോ? എന്താ കാര്യം? അല്ല, ഒരു കറുത്ത കുത്തും കൂടി ഇടാൻ പറ, അല്ലെങ്കിൽ ഇതിനെ കണ്ണു വെക്കുവോ ആൾക്കാർ? അല്ല ചേട്ടാ, യോഗ ചെയ്യുന്നോണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? യോഗ ചെയ്യുന്നോണ്ടുള്ള ഗുണം, യോഗ ചെയ്താൽ മാത്രമേ അതറിയാൻ പറ്റൂ. അല്ല ചേട്ടാ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ കൊള്ളാം. വെറുതെ ഒരാൾ എടുക്കണായിരുന്നു അല്ലേ? പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ സുധീറിന്റെ ഡാൻസ് അറിഞ്ഞുകൂടാതെ കളിച്ചതാണ്. കറക്റ്റ് കൊല്ല സുധി. എവിടെ ഞാൻ മോളൂന്ന് വിളിക്കാം. ഇല്ല സർ, മോളെന്ന് വിളിച്ചാലേ കുറെ മോൾസ് ഉണ്ട്. അതിൽ ആരെങ്കിലൊക്കെ വരും. അല്ല, അലക്സാണ്ട്ര മോളൂന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചാല് ചിലപ്പോ ഞാൻ വരും, ചിലപ്പോ വേറെ ചിലപ്പം എന്റെ കെട്ടിയവൻ വരും. ആണല്ലേ? നല്ല മോളെ കാര്യം, ഇവന് 6 മണി കഴിഞ്ഞാൽ കണ്ണു കണ്ടുകൂടാ. അപ്പൊ 3 മണിയുടെ അവസ്ഥയൊക്കെ. അല്ലെങ്കിൽ നീ ഒരു മൂങ്ങയെ കൂടെ വളർത്തിയാ മതി. മൂങ്ങയെ ഫ്രണ്ട് വിടണം, മൂങ്ങയുടെ കാലിൽ പിടിക്കണം. പോയില്ലെങ്കിൽ കഴിക്കില്ല. അതിന്റെ പേരെന്താ? ബ്രേക്ക്ഫാസ്റ്റിനല്ല, പിന്നെ എന്താ പേര്? പ്രഭാത ഭക്ഷണം മലയാളത്തില്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി മാത്രമേ കഴിക്കുള്ളൂ. ആ ഒരു ഇഡ്ഡലി അമ്മ തലക്കാണോ ചുമന്നുകൊണ്ട് പറഞ്ഞു. അത് ആരാണ്? ഇത് ആരാണ് സത്യത്തിൽ? കേട്ടില്ലേ? ചന്തു. പക്ഷെ ഇത് കണ്ടിട്ട് എന്തോ പോലെ ഒരുമാതിരി. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് ഞാൻ ജോലി രാജിവെച്ചു. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ജോലി തരണം. സ്റ്റാർ മാജിക്കിൽ വരാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബർ ഊട്ട് വരെ കളഞ്ഞിട്ടാണ് വന്നത്. നീ കേക്കാൻ പോണതേ കൊറേ കേക്കാൻ പോണതേ. ജയിലിലായിരുന്നു. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നേ? അതെ, ഞാൻ കയറിയിട്ടുണ്ട്. അങ്ങോട്ട് പോയപ്പോ ഇത്
മാനത്ത് നിന്ന് വന്നതല്ല, മാനത്ത് നിന്ന് എറിഞ്ഞിട്ടതാണ്. എന്നിട്ടും ഒരു മാനമില്ലാതെ ല്ലോ എന്നാണ്. ആ ഒരു കാര്യം പറയട്ടെ. മൈ ഡാഡി ഈസ് റിച്ച്. എനിക്ക് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതിലേ വരൂല ഞാൻ. ആ ഫ്ലൈറ്റ് ഡാഡി ഇങ്ങനെയാണ് വിടുന്നത്. 25 വയസ്സുണ്ട്. ശരി, നമുക്ക് വിശ്വസിക്കാം. ഷിയാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് ചെയ്യുമ്പോ? ബോഡി ഫുള്ളും കിഴക്കുന്നുണ്ടോ? എനിക്ക് പൊതുവെ ഈ ബാക്ക് പെയിൻ ഇല്ല. ഈ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതെ അതെ, നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഉണ്ട് അല്ലേ? ഇത് വാദം കേസുകള് അതല്ലേ? കാസർഗോഡ് പക്ഷെ നിങ്ങൾ ആരും കളിയാക്കണ്ട. കാസർഗോഡ് എന്ന് പറയുമ്പോ 7 ലാംഗ്വേജസ് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്, ഹിന്ദി പറയണവരുണ്ട്, ബംഗാളികളുണ്ട്, അല്ല അങ്ങനെ തമിഴന്മാരുണ്ട്. ആർക്കും വേണ്ടാത്ത പീസാണല്ലേ. ഞങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ പറഞ്ഞത്. എടാ 3 കിലോമീറ്റർ അല്ല 3 കിലോമീറ്റർ ദൂരെ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ എന്ന് പറയും ദേ പോണ് സച്ചി എന്ന്. അപ്പൊ ഇവളുടെ പേര് മുല്ലച്ചേരി വരും. തറവാട്ട് പേര്. വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ, ചേട്ടനാ? ഏട്ടനുണ്ട്. അളിയന്റെ ജോലി എന്താണ്? ഏട്ടൻ എഞ്ചിനീയർ ആണ്. അപ്പൊ നിങ്ങള് സെയിം ഇതിലാണ്. അളിയ എഞ്ചിനീയറും ഇഞ്ചി തീരും. കുട്ടിയാണ് ശരിക്കും അവിടെ സെറ്റിലും ഫ്ലോറിലൊക്കെ. അപ്പൊ നമ്മൾ ഇനി ദത്തെടുക്കാൻ പോവാണ്. ഇവിടെ തൊട്ടിൽ കിട്ടിയാലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. തൊട്ടില് വേണ്ട, കൊച്ചില്ലാത്ത സമയം ചിലപ്പോൾ തങ്കച്ചൻ കയറി കിടക്കും.